ഹലോ അസ്സാം വലൈക്കും. വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ നല്ല പനിക്കുന്നുണ്ട്. പക്ഷേ വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ, സ്കൂൾ സമ്മതിക്കില്ലല്ലോ. കാരണം നിൻ്റെ യൂണിഫോം എത്തിയിട്ടുണ്ട്, അത് വാങ്ങാൻ എന്തായാലും 12 മണിക്കുള്ളിലേ വരണം പറഞ്ഞുകൊണ്ട് ഞാനും കാക്കി നിന്നും കൂടി പോകാൻ നിന്നതായിരുന്നു ഗൈസ്. പക്ഷേ മഴ ഞങ്ങൾ ചതിച്ചു. കാക്ക പറഞ്ഞു നല്ല മഴയാണ്, വണ്ടിമ്മ പോക്ക് നടക്കില്ല, ഓട്ടോ വിളിച്ച് പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ, ഓട്ടോ തന്നെ ശരണം. അങ്ങനെ ഒരാൾ പോകാൻ വേണ്ടി തിരക്ക് കൂട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്നു. ഓട്ടോൻ്റെ ഉള്ളിലാണെങ്കിൽ പൊതിഞ്ഞു മൂടി ഇരിക്കുക കേട്ടോ. എനിക്കിഷ്ടമില്ല ഇങ്ങനെ പോകുന്ന കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സ്കൂളിലെത്തി തടഞ്ഞു. സ്കൂളിൽ ഇങ്ങനെ ഗൈസ്. അങ്ങനെ നിങ്ങളുടെ യൂണിഫോമിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി യൂണിഫോമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ വലിയ മഴ കാര്യങ്ങളൊന്നുമില്ല. അതാ നമ്മൾ ഇളയമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ ഇളയമ്മൻ്റെ സ്വർഗ്ഗം. ഇളയമ്മക്ക് കുറച്ച് വീക്ക്നെസ് ആയിട്ടുള്ളൊരു കാര്യം ഇതാണ് കേട്ടോ. പച്ചക്കറി, കോഴി, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇളയമ്മൻ്റെ പച്ചക്കറി തോട്ടം. പിന്നെ ഞങ്ങൾ യൂണിഫോമൊക്കെ ഇട്ടെടുത്തൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മളെ കോഴി സമ്മതിക്കില്ല. കോഴിനെ പേടിയായിട്ട് ഒരാൾ പെരും കരച്ചിൽ കേട്ടോ. എല്ലാവരും കളിയാക്കുന്ന എന്നാലും ഒരു കൂസരും അവർക്ക് ഭയങ്കര പേടി. ലാസ്റ്റ് എങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയൊരു വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എടുക്കലായി എനിക്ക് വെറുതെ അടുക്കളയൊക്കെ ഇപ്പോൾ ഗൈസ് എൻ്റെ മനസ്സിൽ ലഡു പൊട്ടൊരു കാഴ്ച ഞാൻ കണ്ടത് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ വെച്ചാൽ ചക്ക, മാങ്ങ, അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്തമ്മയും മകളും ഇവിടെ പെരും തലേന്തിനാ ഉള്ളി തൊലിക്കുകയാണ്. ഞാൻ പിന്നെ പണി നിർക്കാൻ പാടില്ല, എനിക്ക് പനിയാണല്ലോ, ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. പിന്നെ അത് ചായയും ബേക്കറിയും കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇളയമ്മ വിളിക്കുന്നു, പനിയല്ലേ വേഗം ചോറെന്ന് പറഞ്ഞു. അപ്പോൾ ചോറുന്നല്ല കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയപ്പോൾ ഉണ്ട് തോടും പാടൊക്കെ ഒന്നേ കിടക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഇളയമ്മൻ്റെ വീട്ടിൽ വരുമ്പോൾ ബൈക്കിലുണ്ട് ഏതോ ഒരു കുളത്തിൽ വെള്ളം നിറഞ്ഞിട്ട് റോട്ടിൽ കൂടെ വെള്ളം ഒഴിക്കണം. അതിൽ കുറച്ച് നേരം കളിച്ചതിന് ശേഷം വീട്ടിൽ പോയിക്കുമ്പോൾ അനാബെ ഐസിൽ കെക്കെപ്പിപ്പി എന്നോട് തെറ്റിയിരിക്കുന്നു ഗൈസ്. എന്തിനാണെന്നറിയോ, ഞാൻ അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. ഈ മയത്തി അവളെ കൊണ്ടുപോയി നടക്കുമോ. പിന്നെ നല്ലൊരു കട്ടനും പഞ്ചയ്ക്കും കഴിച്ചു. പിന്നെ എൻ്റെ പത്തുമ്മ ഉണ്ട് കേട്ടോ. പത്തുമ്മ ഹായ്ക്കുയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുട്ടി പത്തുമ്മ. പിന്നെ കുറച്ച് പായസമൊക്കെ കുടിച്ചു. എന്താ പരിപാടി വെച്ചാൽ കസിൻസ് ഗൾഫിൽ പോവുകയാണ്. അപ്പം ഓല യാത്ര അയക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അതാണ് കുക്കിംഗ് പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വെച്ചതിൻ്റെ ചട്ടിയിൽ ഞാൻ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചക്കും കഴിച്ചുകൊണ്ട് കിടന്നാണ്ട് ഉറങ്ങി. ഓക്കെ ബൈ.